ആക്സിഡൻ്റ് എന്ന് പറയുന്നത് ആക്സിഡൻ്റാണ്, ആക്സിഡൻ്റലായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഒരു വണ്ടി എപ്പോഴും ആക്സിഡൻ്റ് ഉണ്ടാവാം, ഏത് സമയത്തും ഉണ്ടാകാം. അത് പക്ഷേ നമ്മുടെ അശ്രദ്ധ കൊണ്ടും നമ്മുടെ അഹങ്കാരം കൊണ്ടും ഉണ്ടാകുമ്പോഴാണ് ആ ആക്സിഡൻറ്റിനെ നമ്മൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. അല്ലാത്ത ആക്സിഡൻറ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. നമ്മളൊരിക്കലും റഫായിട്ട് വണ്ടി ഓടിക്കാതിരിക്കുക, അശ്രദ്ധയോടെ വണ്ടി ഓടിക്കാതിരിക്കുക. പ്രത്യേകിച്ചും ഉറക്കം. നമ്മുടെ ബാലഭാസ്കർ എന്ന് പറയുന്ന അതുല്യനായ കലാകാരൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹം നമ്മെ വിട്ടുപോയതും ഒരു ആക്സിഡൻറ്റിലൂടെയാണ്. നമ്മൾക്ക് ഏറ്റവും പ്രിയങ്കരനായ ജഗദീഷ് ശ്രീകുമാർ, അമ്പിളിച്ചേട്ടൻ, ഇന്നും അദ്ദേഹം നമ്മുടെ മുമ്പിൽ ഒരു 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 നൊമ്പരമായിട്ട് ഇപ്പോഴും നമ്മുടെ മുമ്പിൽ അദ്ദേഹം ഇരിപ്പുണ്ട്. അതും ആക്സിഡൻറ്റിലൂടെയാണ്. ഈ 2 ആക്സിഡൻറ്റും എനിക്ക് തോന്നുന്നു ഉറക്കത്തിൽ നിന്നുണ്ടായതാണ്. ഞാനും ഒരുപാട് ഉറക്കം നിന്ന് വണ്ടി ഓടിക്കുന്ന ആളായിരുന്നു, ഇപ്പോഴും ഓടിക്കുന്നുണ്ട്. പക്ഷേ ഉറക്കം നിന്ന് വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് ഉറക്കം വന്നാൽ ഞാൻ അപ്പോഴേ വണ്ടി സൈഡ് ഒതുക്കുക, ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ ഉറങ്ങുക. ഉറങ്ങിയതിന് ശേഷം മാത്രമേ പിന്നെ വണ്ടി ഓടിക്കാറുള്ളൂ. ഉറക്കം നിന്നുകൊണ്ട് വണ്ടി ഓടിച്ചാലുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തോന്നും നമ്മൾ ഉറങ്ങുന്നില്ല എന്ന്. പക്ഷേ നമ്മുടെ മനസ്സുറങ്ങിപ്പോവും. കണ്ണ് തുറന്നിരിപ്പുണ്ടാവും, പക്ഷേ മനസ്സുറങ്ങിപ്പോവും. അങ്ങനെയാണ് പല ആക്സിഡൻറ്റുകളും സംഭവിക്കുന്നത്. അതുകൊണ്ട് ഉറക്കം വന്നാൽ എവിടെയെങ്കിലും വെളിച്ചമുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും പെട്രോൾ പമ്പിലോ വല്ലതും വണ്ടി ഒതുക്കിയിടുക, സുഖമായിട്ട് കുറച്ച് നേരം ഉറങ്ങുക, എന്നിട്ട് വീണ്ടും ഉന്മേഷത്തോടുകൂടി വണ്ടി ഓടിക്കുക. അതാണ് ഒരു നല്ല ഡ്രൈവർ ചെയ്യേണ്ടത്. അല്ലാതെ ഉറക്കമില്ലാതാക്കാനുള്ള ചില പൊടിക്കൈകളൊക്കെ പല ആളുകളും പ്രയോഗിച്ച് ഞാൻ കാണാറുണ്ട്. പക്ഷെ അതൊന്നും ചെയ്യരുത്. പല ലഹരി വസ്തുക്കളുമൊക്കെ ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും നമ്മുടെ സേഫ് സൈഡ് മാത്രം നോക്കുക. ആരോഗ്യവും നമ്മുടെ ജീവനും നിലനിൽക്കേണ്ടത് ആവശ്യമാണ്.